ഒരു രക്ഷയില്ല. ഒരുപാട് താരങ്ങളാണ് സിനിമയിൽ നിങ്ങൾക്കായി അടിപൊളി കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ കാണുക. പക്ഷെ നമ്മുടെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചിത്രത്തിൻ്റെ ഗാനം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു ഓണം മൂഡൊക്കെ വരുന്ന എല്ലാവരും കണ്ടതല്ലേ? അപ്പോൾ ആ പാട്ട് നമുക്ക് ഒന്നുകൂടി പ്ലേ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ റംസാനും ഗൗരിയും ചേർന്നുകൊണ്ട് 2-3 സ്റ്റെപ്പ് സ്റ്റേജിൽ വെക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടോ? കൈയടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവരെ വിളിക്കാൻ പറ്റൂ. അപ്പൊ കൈയടി വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു കൈയടി എടുത്തുകൊണ്ട് നമുക്ക് റംസാനെയും ഗൗരിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ സോങ് ഒരിക്കൽ കൂടി ഇടാം അല്ലേ? ശബരീഷ് പ്ലീസ്. ജീവ വരുന്നുണ്ടോ? ജീവ നരേൻ ചേട്ടാ പ്ലീസ്. നരേൻ പ്ലീസ്. ഇല്ല, കൈയടിച്ച് കൂടെ കൂടണം കേട്ടോ എല്ലാവരും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അപ്പം ഒരു രക്ഷയില്ലാത്ത ഗാനമാണ്. അപ്പൊ എന്റെ മൂടാണ്, എല്ലാവർക്കും വൈബ് മൂടല്ലേ? അപ്പൊ നമ്മൾ അടുത്ത റിയൽമിയുടെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ജിങ്കിളാണ് നമ്മൾ സ്റ്റേജിൽ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാണാം. അപ്പോൾ റിയൽമി 15 സീരീസിന്റെ ബ്രാൻഡ് അംബാസിഡർ നമുക്കറിയാം വിക്കി കൗശലാണ്. അപ്പൊ അദ്ദേഹം ചുവട് വെച്ച ആ ഒരു ഗാനം നമ്മളിവിടെ സ്ക്രീനിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ആ ഗാനത്തിനൊപ്പം നമ്മുടെ റംസാൻ ചുവട് വെക്കുന്ന ഒരിക്കൽ കൂടി നല്ലൊരു വീഡിയോ എടുക്കാം. Saw my latest look step. Think you can nail it? Then join this challenge and show the world how you live real through your moves. ഇത് തന്നെ വരുമൊന്നുമില്ല കേട്ടോ. ഇത് ഇത് തന്നെ ഇപ്പൊ വരില്ല. കാരണം അത് സ്റ്റെപ്സ് കുറച്ച് എഡിറ്റ് ചെയ്തൊക്കെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. എന്തെങ്കിലും ചെയ്യാം. പാട്ടോ ഒരു കൈയടി സപ്പോർട്ട് ചെയ്ത റംസാനും. Hello everyone, you just saw my... Thank you. നമുക്കറിയാം റംസാൻ is an amazing dancer. Thank you very much Ramzan. Thank you very much Gauri and all the very best entire സാഹസം team. സാഹസം ഓഗസ്റ്റ് 8-ാം തീയതി തിയേറ്ററിലെത്തിയാണ്. എല്ലാവരെയും സപ്പോർട്ട് വേണം. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സാഹസം ടീമിനും നന്ദി പറഞ്ഞുകൊണ്ട് may I request Ankit Krishnan on stage, Key Accounts Manager Realme Kerala, to give you a brief about all the new features of Realme 15 series and also to give vote of thanks. Let's welcome Mr. Ankit Krishnan on stage. സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്കറിയാം കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായിട്ട് മലയാള സിനിമയിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയ താരം ക്ലാസ്മേറ്റ്സിലൂടെ അതുപോലെ തന്നെ അച്ചുവിൻ്റെ അമ്മ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തി. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് ഒരുക്കിയ നമ്മുടെ പ്രിയ താരം നരേനെ ആദ്യം തന്നെ നല്ലൊരു കൈ കൊടുത്തോട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. കൈയടി കഴിയുമെങ്കിൽ ഒന്നുകൂടി ബെറ്ററാക്കണം. സ്വാഗതം നരേൻ, വെൽക്കം. അടുത്തായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് റംസാനെ തീർച്ചയായും സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് വിശേഷമൊന്നും പറയുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞായിരിക്കുമല്ലോ, കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് റംസാൻ. ഈസ് എൻ അമേസിംഗ് ഡാൻസർ. നമുക്കറിയാം റിയാലിറ്റി ഷോസിലൂടെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തി. ആൻഡ് ഈസ് എൻ അടിപൊളി ഡാൻസർ ആസ് വെൽ ആസ് എൻ ആക്ടർ. തീർച്ചയായും ഈ ഒരു ചിത്രത്തിൽ നമ്മൾ റംസാൻ നല്ലൊരു ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഗാനമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് റംസാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ജീവയാണ്. ജീവ നമുക്ക് എല്ലാവർക്കും ആങ്കർ എന്ന നിലയിൽ അറിയാം, അതുപോലെ ഈസ് എ വെരി പോപ്പുലർ കണ്ടന്റ് ക്രിയേറ്റർ. അപ്പൊ ജീവയ്ക്ക് നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം.
ഏകദേശം ഞങ്ങളൊരു 10 വർഷമായിട്ടുള്ളൊരു പരിചയമാണ് ജീവയായിട്ട്. അപ്പൊ വെൽക്കം ജീവ. അടുത്തായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ചിത്രത്തിലെ നായിക ഗൗരിക്ക് നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, ചിത്രത്തിലെ താരങ്ങളെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി നമുക്ക് ശബരീഷിനെ വേദിയിലേക്ക് നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം ശബരീഷ് ഓൺ സ്റ്റേജ്. ചിത്രത്തിലെ താരങ്ങളെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അപ്പൊ തീർച്ചയായും അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ആളെ, സിനിമയുടെ ഡയറക്ടറിനെയാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്. അനൂപ് മേനോൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച 21 ഗ്രാം എന്ന ചിത്രത്തിന് ശേഷം ബിപിൻ കൃഷ്ണയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. നിറഞ്ഞ കൈയോടുകൂടി ബിപിൻ കൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. അടുത്തതായി ചിത്രത്തിന്റെ നിർമ്മാതാവ് ശ്രീ റിനീഷ് കെ നല്ലൊരു കൈയോടുത്തോണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. സാഹസൻ ടീം, പുറത്ത് മഴയുടെ മൂടാണ്. നിങ്ങളുടെ മൂഡ് എങ്ങനെയാണെന്ന്? റിലീസ് മൂഡ് കുറച്ചൊരു ടെൻഷൻ മൂഡാണ് അല്ലെ? ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമുക്ക് നല്ലൊരു അടിപൊളി വൈബ് ടീമാണ് സാഹസൻ ടീം. അപ്പൊ നല്ലൊരു ചിത്രത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ നമുക്ക് ഇവരുടെയൊക്കെ സംസാരത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന് മുമ്പ് നമുക്ക് റിയൽമി 15 സീരീസിന്റെ ലോഞ്ചിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് റിയൽമി 15 സീരീസിന്റെ ലോഞ്ച് ആണ് ആദ്യം തന്നെ. പ്രിയപ്പെട്ടവരെ, അതിന്റെ വേദിയിലേക്ക് റിയൽമി 15 സീരീസ് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ലുലു കൊച്ചിൻ ജനറൽ മാനേജർ മിസ്റ്റർ ജോ അവരെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വിത്ത് ഹാൻഡ്സ് ടുഗദർ ഫോർ മിസ്റ്റർ ജോ, ജനറൽ മാനേജർ ലുലു കൊച്ചിൻ. വെൽക്കം സർ. Ladies and gentlemen, please join me in welcoming Mr. Santosh Kumar, buying manager Lulu Cochin. And please join me in welcoming Mr. Jayesh, Deputy Manager, Lulu Cochin. Let's welcome Sri J. Mohan Sebastian, Department Store Manager, Lulu Retail, Kochi. Let's welcome Sri Swaraj, MD, Media Head, Lulu Group. നല്ലൊരു കൈഡി കൊടുത്തിട്ട് സ്വാഗതം ചെയ്യാം. അടുത്തതായി റിയൽമി ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ശ്രീ സജി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, റോയൽ പെൻറ്റ ഓൺ സ്റ്റേജ്. ലെറ്റ്സ് വെൽക്കം ശ്രീ രഞ്ജേഷ് കുമാർ, ചാനൽ ഡെവലപ്മെന്റ് മാനേജർ, റിയൽമി കേരള. അടുത്തതായി നിറഞ്ഞ കൈഡിയോടുകൂടി ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ അങ്കിത് കൃഷ്ണൻ, കീ അക്കൗണ്ട്സ് മാനേജർ, റിയൽമി കേരള. Let's welcome Mr. Akhil Babu, Marketing Manager, Realme Kerala. Let's welcome Sai Vikram, Regional Sellout Manager, Realme, on stage. And now the much anticipated moment. Realme 15 series. ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് കേരളത്തിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റിയൽമി നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. ഓരോ ഫോണും ഏറ്റവും മികച്ചതാണ്. റിയൽമിയുടെ ഏറ്റവും വിഖ്യാതമായ സീരീസ് ആണ് റിയൽമിയുടെ നമ്പർ സീരീസ്. ആ നമ്പർ സീരീസിൽ നിന്ന് 2 പുതിയ ഫോണുകളാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. റിയൽമി 15 പ്രോയും റിയൽമി 15ഉം. From the world's first AI party mode to a triple 50 MP AI imaging system using a Sony sensor and powered by the Snapdragon's strongest chipset, Realme 15 Pro brings in over 10 major upgrades from its predecessor. ഏകദേശം 10ഓളം കൂടുതൽ മികച്ച ഫീച്ചേഴ്സുമായിട്ട് ഒരുപാട് അടിപൊളി AI ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 15 സീരീസ് ഇതാ കേരളത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ലോഞ്ച് ചെയ്യുകയാണ്. So ladies and gentlemen, presenting before you Realme 15 series in Kerala. I request all of you to kindly show the superb Realme 15 series to crowd. നല്ലൊരു കൈയ്യടി കൊടുത്ത് Realme 15 series നിങ്ങളുടെ മുന്നിൽ വെച്ച് കേരളത്തിൽ ഇത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിന് സപ്പോർട്ട് മതിയോ? നല്ലൊരു കൈയ്യടി. മാക്സിമം എല്ലാവരും കൈ ഇട്ടിരിക്കുന്നവർക്കൊന്ന് കൈയ്യടി കൊടുത്തേ.
കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. എടുത്തു പറയേണ്ടത് AI പാർട്ടി മോഡ്, AI എഡിറ്റ് ജീനി, അതുപോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ, ഇമേജിങ്, സ്റ്റൈല് എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന ഫോണാണ്. നമുക്ക് റിയൽമി ടീമും നമ്മുടെ ലുലു ടീമും ഒപ്പം സാഹസം ടീമും ചേർന്നുകൊണ്ടൊരു സെൽഫിയാണ്. ആരാണ് സെൽഫി എടുക്കാൻ പോകുന്നത്? കൂട്ടത്തില് ആരാണ് ഏറ്റവും ഹൈറ്റ് ഉള്ള ആള്? ആർക്കാണ് ഈ സെൽഫി എടുക്കാം? ശബരീഷാണ് സെൽഫി എടുക്കാൻ പോകുന്നത്. നമ്മുടെ റിയൽമി ടീം, ലുലു ടീം, ഒപ്പം തന്നെ സാഹസം ടീമും ചേർന്നുകൊണ്ടൊരു സെൽഫി എടുക്കുകയാണ്. കൂടെ ആദ്യം ഇവിടുന്ന് എടുക്കാം, അത് കഴിഞ്ഞ് നമ്മുടെ ക്രൗഡും ജോയിൻ ചെയ്തെടുക്കാം. അടുത്ത സെൽഫിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം, എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റേജിൽ ഫേസ് ചെയ്തെടുത്ത് നമ്മുടെ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് അടുത്ത സെൽഫി എടുക്കാം. ഇനി നമ്മുടെ ഓഡിയൻസിനെ കൂടി ചേർത്തുകൊണ്ട് അടുത്ത സെൽഫി എടുക്കാം. ഓഡിയൻസിനെ ചേർത്തുകൊണ്ടുള്ള സെൽഫിയാണ്. ഓക്കെ, അപ്പം റിയൽമി 15 സീരീസ് കേരളത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ദ ഫ്യൂച്ചർ ഇൻ യുവർ ഹാൻഡ്സ്, റിയൽമി 15 ആൻഡ് റിയൽമി 15 Pro ഹാസ് ഒഫീഷ്യലി അറൈവ്ഡ്. വൗ, സൂപ്പർ. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമല്ല, അതിലൊരു പരിഭവമുണ്ടെങ്കിലും ഇതാ നിങ്ങൾക്കായി റിയൽമി 15 സീരീസ് ഇതാ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കിനി നമ്മുടെ പ്രിയ താരങ്ങളുടെ വാക്കുകളിലേക്ക് എടുക്കാം. എന്തായാലും നമ്മൾ ഇവിടെ തീർച്ചയായും സീനിയർ ആക്ടർ നരയൻ തന്നെയാണല്ലോ. ഇവിടെ നേരത്തെ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞു കേട്ടു ഏറ്റവും. ഓക്കെ, താങ്ക് യു വെരി മച്ച് സേഴ്സ്, താങ്ക് യു വെരി മച്ച് സേഴ്സ്, താങ്ക് യു വെരി മച്ച് ഒഫീഷ്യൽസ് ഓഫ് ലുലു ആസ് വെൽ ആസ് റിയൽമി, താങ്ക് യു വെരി മച്ച് സേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ സാഹസം ടീമിൻ്റെ വാക്കുകളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നരയന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? ഓക്കെ, നരയന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഫിനിഷ് അല്ലേ? ഓക്കെ, ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ഏറ്റവും സീനിയർ ആക്ടർ ഇവിടെ ഇടയിൽ നരയനാണെങ്കിലും, പക്ഷേ ജൂനിയർ ആക്ടേഴ്സ് ഇവിടെ ഇവരെക്കാൾ അധികം ഏറ്റവും കൂടുതൽ വൈബ് ശരിക്കും നരയനായിരുന്നു. സോ അബൌട്ട് ദ മൂവി, അബൌട്ട് യുവർ ക്യാരക്ടർ, അതുപോലെ തന്നെ നമ്മുടെ റിയൽമി 15 സീരീസ് ഫോണിനെ കുറിച്ച് കൂടി എല്ലാം കൂടി ചേർത്ത്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ആൾ. ആക്ച്വലി നിങ്ങളുടെ സാഹസം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആണെന്ന്. ആൻഡ് വി ആർ വെരി എക്സൈറ്റഡ്. സിനിമയുടെ സംവിധായകൻ ബിബിൻ ആൻഡ് സിനിമയുടെ ഫിലിം ക്രൂ ഇസ് ഹിയർ. ഓൾസോ വി ആർ ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് റിയൽമി. ഞങ്ങൾ ആക്ച്വലി ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് എൻ്റർടൈൻമെൻ്റ് ആണ് സാഹസം. ഒരു പക്ഷേ ഈ സിനിമ റിലീസായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ പടത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫാസ്റ്റ് പേസ്ഡ്, ഡാർക്ക് ഹ്യൂമർ, ത്രില്ലർ, ഒരു ആക്ഷൻ ജോണർ, ഒരു ഇമോഷണൽ ഡ്രാമ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ പോസ്റ്റർ ഇപ്പോൾ മാറ്റി. പോസ്റ്ററിൽ എന്നെ ഇതാ രാജീവ് നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു ചെറുതായിട്ടൊരു കാർട്ടൂൺ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രൊഫഷൻ നടത്തുന്ന ഒരു നർക്കോട്ടിക്സ് ഓഫീസർ, അതേസമയം കുറേ പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സംശയരോഗിയും പേഴ്സണലി ഈ നമ്മുടെ മിറർ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സംസാരിക്കും, അങ്ങനെ കുറേ ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണത്. തീർച്ചയായിട്ടും ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും തിയേറ്ററിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ലോഞ്ചിന് സമയമായോ? ഇല്ല, നമ്മളെല്ലാവരും സംസാരിച്ചതിന് ശേഷമായിരിക്കും അല്ലേ?
5 മണിക്ക് പോയോ ട്രെയിലർ? ശരി ആണോ? ഓക്കെ. സോ യാ, എനിത്തിങ് ദറ്റ് Thank you. And about Realme 15 series. അതിൽ വൺ ഫീച്ചർ വിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സം 7000 mAh ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞു. മീൻ സോ ഇറ്റ് ഇസ് ലൈക്ക് അതൊരു ഓൾമോസ്റ്റ് 24 hours ചാർജ് നിൽക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. യാ, സോ ഇറ്റ്സ് എ ഫാസ്റ്റ് ചാർജർ, 80 megawatts. സോ ദാറ്റ് ഇസ് സംതിങ് ഗുഡ്. കാരണം ഇത്രയധികം ചാർജ് ഇസ് സംതിങ് വിച്ച് വി ഓൾ പലപ്പോഴും ഫോണിൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. സോ ദാറ്റ് ഇസ് സംതിങ് ന്യൂ ഇൻ റിയൽ. എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. താങ്ക് യു. താങ്ക് യു എന്നറിയാൻ നല്ലൊരു വീഡിയോ എടുക്കാം. അടുത്തതായി സംവിധായകനിലേക്ക് കിടക്കാം അല്ലേ? ചിത്രത്തിൻ്റെ സംവിധായകൻ ബിപിൻ കൃഷ്ണൻ. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പം ഒരുപാട് ജോണേഴ്സ് ടച്ച് ചെയ്യുന്നൊരു മൂവിയാണെന്ന് തോന്നുന്നു. ആക്ഷൻ, കോമഡി, സസ്പെൻസ്, ത്രില്ലർ, ഇതെങ്ങനെയാണ് ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് വരുന്നത്? അല്ല, ഇത് കുറച്ച് ട്രിക്കിയാണ് ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ കോറേറ്റർ ചെയ്തുകൊണ്ട്. ആക്ച്വലി ഇത് ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ത്രില്ലറാണ്, അഡ്വഞ്ചർ ത്രില്ലറാണ്. ബട്ട് നത്തിങ് സീരിയസ്, അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ത്രില്ലറല്ല. ഹ്യൂമറുണ്ട്, ഡാർക്ക് ഹ്യൂമറുണ്ട്, അഡ്വഞ്ചർ, ചേസ്, കുറേ പാട്ട്, ബഹളം, ഒരു സെലിബ്രേഷൻ മൂഡ് പാക്കേജാണ്. സോ ഓണം ടൈമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഒരു ടീം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. ഈ ടീമാണ് ഇതിൻ്റെ എനർജി. അത് നിങ്ങൾ ഫിലിം കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ ഇല്ല എങ്കിലും ബാബു ആന്റണി ചേട്ടനുണ്ട് അല്ലേ സിനിമയിൽ? അതെ. നമ്മുടെ ബാബു ആന്റണി ചേട്ടൻ കൂടി ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ വർഷമായിട്ട് കാണണമെന്ന് വിചാരിച്ച ബാബു ആന്റണി ചേട്ടനെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല ആക്ഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഓഗസ്റ്റ് 8 അദ്ദേഹം ആക്ച്വലി ഇന്ന് കുറച്ച് നേരം മുമ്പ് സംസാരിച്ചിരുന്നു. പുള്ളി US പുള്ളിക്ക് വരാൻ പറ്റിയില്ല. പുള്ളി ഇവിടുത്തെ പ്രൊമോഷനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. സോ ഹീസ് റിയലി എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. ബാബു ആന്റണി ചേട്ടൻ ഈ പറഞ്ഞ പോലെ കുറേ നാളിന് ശേഷം ഒരു വി മൈറ്റ് ബി സീയിങ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ കാത്തിരിക്കണം. നരീൻ എങ്ങനെയുണ്ടായിരുന്നു ഈ ടീം? ഇത് അടിപൊളി വൈബാണ്. അടിപൊളി വൈബാണ്, രക്ഷയില്ല. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് നിങ്ങൾ സിനിമ വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും യു ക്യാൻ വിറ്റ്നസ് ഇറ്റ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തതായിരിക്കും നമുക്ക് ഓക്കെ റംസാൻ പ്ലീസ്. റംസാൻ സിനിമയെക്കുറിച്ച്, ടീമിനെ കുറിച്ച് ആൻഡ് അബൌട്ട് റിയൽമി 15. ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. സോ ഈ സ്റ്റേജിൽ വന്നേക്കുമ്പോൾ ഒരു ഗസ്റ്റായിട്ടോ സെലിബ്രേറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം മിക്ക ദിവസങ്ങളിലും ഞാനിവിടെ ലുലുമോളിൽ വരാറുണ്ട്, വെള്ളിയാഴ്ചകളിൽ സിനിമ കാണാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സെക്കൻഡ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാനിതിനകത്ത് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ജീവൻ വളരെ സാധാരണക്കാരനാണ്. 10 വില്ലന്മാർ വന്നാൽ ഇടിച്ചിടാൻ പറ്റാത്ത സാധാരണ നിങ്ങളെപ്പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. പിന്നീട് ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ ഉള്ളവരും നിങ്ങൾ പോസ്റ്ററിൽ കണ്ട മറ്റുള്ള എല്ലാവരും ജീവൻ്റെ കഥയിലേക്ക് വരുന്നുണ്ട്. അവസാനം ഈ സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സാഹസമാണ് ചിലപ്പോൾ ഈ സിനിമ. കൂടുതൽ പറയാനില്ല. എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസർ റിനീഷേട്ടനോടാണ്. കാരണം ഞങ്ങളൊക്കെ വെച്ച് ഇത്രയും വലിയൊരു സാഹസം എടുത്തല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ബട്ട് താങ്ക് യു സോ മച്ച്. ഓഫീസ് റോഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന എൻ്റെ അടുത്ത പടമാണ് സാഹസം. സോ ഇത് ആക്ച്വലി വളരെ ഫണ്ണായിട്ട് നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം സ്വന്തം സിനിമയെ പറ്റി തള്ളി മറിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാം കാണേണ്ടതും പറയേണ്ടതും നിങ്ങളാണ്. സോ പടം കാണുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് റിയൽമി. കഴിഞ്ഞ തവണ ഞാൻ റിയൽമിയുടെ 14 Pro Max ഞാനിവിടെ വന്നിരുന്നു, ലോഞ്ച് ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഇവൻറ്റ്. അത് മാത്രമല്ല റിയൽമിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് അടങ്ങുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണാണ്. സോ അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 10+ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് 14 കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ റീൽസിലൂടെ ഒക്കെ എൻ്റെ ഡാൻസ് കണ്ടിട്ടുണ്ടാവും. ഈ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ തവണ 15 Proയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് 60 FPS 4K റെസൊല്യൂഷനുള്ള ക്യാമറയാണ് വന്നിരിക്കുന്നത്. അത് ബാക്ക് മാത്രമല്ല, സെൽഫിയിലും. സോ ഫ്രണ്ട് ക്യാമറ വരുന്നത് സെയിം ഫീച്ചറാണ്. അത് ഭയങ്കര അടിപൊളി ഒരു കാര്യമായിട്ട് തോന്നി. കാരണം നമ്മളിപ്പോഴും കാണുന്നുണ്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഒരുപാട് റീൽസ് ചെയ്യുന്നതും ഡാൻസ് ചെയ്യുന്നതും. സോ അതിനെ എത്രത്തോളം മാക്സിമം ഗുഡ് ക്വാളിറ്റി ഔട്ട് കിട്ടുമോ അത് നല്ലപോലെ ഈ തവണ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ നരേന്ദ്രൻ പറഞ്ഞ പോലെ ബാറ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാം അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ക്ലാരിറ്റിയാണ്.
താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞു ടെൻഷന്റെ മൂഡാണ്. അപ്പൊ ടെൻഷന്റെ മൂഡൊക്കെ മാറി ഓഗസ്റ്റ് 8-ാം തീയതി കഴിയുമ്പോൾ ഹാപ്പിനെസിന്റെ മൂഡാവട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. പിന്നെ അടുത്തതാണ് ഗൗരി. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ ടീം, ഗൗരിയുടെ ക്യാരക്ടർ പ്ലീസ്? ഗുഡ് ഈവനിങ് എവ്രിബഡി. താങ്ക് യു. നിങ്ങളുടെ ഷോപ്പിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്ത് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുകയാണ്. ബട്ട് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. ഞങ്ങളുടെ മൂവി സാഹസം ഓഗസ്റ്റ് 8-ാം തീയതി തിയേറ്റേഴ്സിൽ വരികയാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു OTT റിലീസായിരുന്നു എൻ്റെ കഴിഞ്ഞ പ്രോജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന മലയാളം സിനിമയാണ്. അപ്പോൾ പലവർക്കും ഞാനൊരു തമിഴ് ആക്ടർ അല്ലെങ്കിൽ 96-ലൂടെ വന്ന ഒരു കുട്ടിയെന്ന് അറിയെങ്കിലും മലയാള സിനിമയിൽ കൂടുതൽ സജീവം ആവണം ആണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനെന്തായാലും ഇതൊരു നല്ല പടമായിരുന്നു. എനിക്ക് ബിബിൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടറും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, സാര ഐസക് എന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങളുടെ 2 പാട്ടുകൾ ഇതുവരെ ഭയങ്കര ഹിറ്റാക്കി തന്നു നിങ്ങളെല്ലാവരും. 7 പാട്ടുകളുണ്ട് ഞങ്ങളുടെ സിനിമയിൽ. അതിൽ ഓണം മൂഡ് വൈറലായി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും പ്ലേ ചെയ്ത പാട്ടായിരുന്നു. സോ വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇന്ന് ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ആവും. അപ്പം നിങ്ങൾക്ക് സിനിമയെ പറ്റി കുറച്ചുകൂടെ ഐഡിയ കിട്ടും. എന്തായാലും ഒരു ഓണത്തിൻ്റെ മുമ്പ് തന്നെ ഒരു സെലിബ്രേഷൻ തുടങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് പടമായിട്ടാണ് ഞങ്ങൾ സാഹസം റിലീസ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് ഒന്നും ആലോചിക്കുക, അതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ബിക്കോസ് ഒരു ജോണറിൽ നമുക്ക് വെക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. പല ഇമോഷൻസും പലതരം എന്താ പറയുക കാര്യങ്ങളും പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. സോ ഡു സപ്പോർട്ട് അസ്. ഞങ്ങളൊരു നല്ല പടം എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ റിലീസ് കഴിഞ്ഞ് നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സോ താങ്ക് യു ആൻഡ് റിയൽമി താങ്ക് യു ഫോർ അസോസിയേറ്റിംഗ് വിത്ത് അസ് ഫോർ ദിസ് ഇവൻറ്റ്. എനിക്ക് റിയൽമിയിൽ ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും എന്താ പറയുക കൺവിൻസിങ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ, ഡെഫിനറ്റ്ലി നമ്മൾ എപ്പോഴും ഫാസ്റ്റ് ആണല്ലോ എല്ലാം, ലൈഫ് ഈസ് ഫാസ്റ്റ്, എപ്പോഴും ഹസിലാണ് എല്ലാവരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോണും ഫാസ്റ്റ് ആയിരിക്കണം, അല്ലാതെ ഈ ലാഗും അല്ലെങ്കിൽ എന്താ പറയുക ഫോണോ ഭയങ്കര സ്ലോ ആയിട്ട് ഇത് നമുക്ക് ഭയങ്കര ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറാണ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത്. അതിൻ്റെ ലേറ്റസ്റ്റ് ഐ തിങ്ക് സ്നാപ്ഡ്രാഗൺ 7th Gen 4th സീരീസ് അത് ഞാൻ ചോദിച്ച് ക്ലിയർ ആക്കി. അപ്പോൾ അടിപൊളി പ്രോസസ്സറാണ്. സോ യു ക്യാൻ മൾട്ടി ടാസ്ക്, സ്വിച്ച് ബിറ്റ്വീൻ ആപ്സ് വെരി ക്വിക്ക്ലി. സോ ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ എന്തായാലും അടിപൊളി ഫോണാണ്, അടിപൊളി സിനിമയാണ്. രണ്ടിനും നിങ്ങളുടെ സപ്പോർട്ട്. രണ്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. ആൻഡ് യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ആസ് വെൽ. അതുപോലെ തന്നെ ഗൗരിയുടെ മറ്റൊരു നല്ല കഥാപാത്രം നമുക്ക് സിനിമയിലൂടെ ലഭിക്കുന്നൊക്കെ വിശ്വസിച്ചുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് ഗൗരി. പിന്നെ ജീവയിലേക്ക് കിടക്കാം. ജീവ ഞങ്ങൾ ഞങ്ങളൊരു 10 വർഷം മുമ്പൊക്കെ സൂര്യ TV-യിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. അന്ന് കണ്ട അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു വ്യത്യാസം എന്തായാലും ജീവയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ യു സ്റ്റാർട്ടഡ് ആസ് എൻ ആങ്കർ, പിന്നെ കണ്ടന്റ് ക്രിയേറ്റർ, ഇപ്പം ആക്ടർ എന്ന നിലയിൽ ഇപ്പം ഇത് ശരിക്കും 3 or 4th ഫിലിം ആയല്ലേ? 5th ഫിലിം. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ആസ് എൻ ആക്ടർ, ലൈഫ് എങ്ങനെ പോകുന്നു? ആൻഡ് അബൌട്ട് ദ മൂവി, ഈ ഒരു ടീം, കുറേ ചോദ്യങ്ങളുണ്ട്. റംസാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഗസ്റ്റായിട്ടല്ല നിൽക്കുന്നത്. റംസാൻ ആഴ്ചയിൽ ഒരു 4 ദിവസം വന്നാൽ ഞാൻ 6 ദിവസം ഇവിടെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഇവൻ്റ് നടക്കുമ്പം, സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ, ലോഞ്ച് നടക്കുമ്പോൾ നിങ്ങളെ പോലെ മുകളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കാശായി കഴിഞ്ഞപ്പോൾ കോസ്റ്റ കോഫിയുടെ മൂലക്കത്തെ പിന്നെ കൗച്ചിൽ അവരുടെ ഓഫറിൻ്റെ ബോർഡിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടാവും ഒരു കാപ്പിയായിട്ട്. ഇടയ്ക്ക് സിനിമ കാണും, ഇതിലേ നടക്കും. ഇതും എൻ്റെ ഒരു സെക്കൻഡ് മൂവ് പോലാണ്. പണിയില്ലാത്ത സമയങ്ങളിൽ എനിക്ക് ഇവിടെ വരാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കയറുന്നത്. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട്. ആൻഡ് സാഹസം ഞങ്ങളെല്ലാവരും കൂടെ ഒരു 10-45 ദിവസം കഷ്ടപ്പെട്ടെടുത്തൊരു സാഹസമാണ് ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് റിലീസാവുന്നത്. ഇതിൽ റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. റോണി നല്ല കാശുള്ള വീട്ടിലെ ഒരു നല്ല കാശുള്ള വീട്ടിലെ ഒരു അങ്കിളിൻ്റെ അഹങ്കാരിയായിട്ടുള്ള മോനാണ്. ഈഗോയിസ്റ്റിക് പേഴ്സണാണ്. അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഒരു അലവലാതി. അതെനിക്ക് എന്താ ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് പലതവണ പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. 21 ഗ്രാംസിലെ നിഖിൽ നാരായൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
റിനീഷാണ് എൻ്റെ പ്രൊഡ്യൂസർ ആൻഡ് ബിബിൻ ഡയറക്ടർ റൈറ്റർ. പിന്നെ അനൂപ് എന്നോട് വിളിക്കുന്നത്. ഈ 21 ഗ്രാംസ് കഴിഞ്ഞതിന് ശേഷം ഇവർ നെക്സ്റ്റ് ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കാക്കനാട് വില്ലേന്ന് ഇറങ്ങാതായി. ബിബി ഇടയ്ക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂരേക്ക് വിളിക്കും, ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ഈ കഥയുടെ തുടക്കം മുതലുണ്ട്. കഥയുടെ തുടക്കം മുതൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴൊക്കെ എന്നോട് അറിയാതെ പറഞ്ഞു, ഇതിൽ ചിലപ്പോൾ നീ റോണി ആയിരിക്കും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ പല കാസ്റ്റ് മാറി, പല ആൾക്കാർ നമ്മുടെ പടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ വന്നപ്പോഴും റോണി ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ പുതിയ പുതിയ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. റോണി ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല, അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച വേഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ സ്വപ്നം കണ്ട് തുടങ്ങിയ സമയത്തൊക്കെ സ്ക്രീനിൽ നമ്മൾ കണ്ട ആക്ടേഴ്സിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അവരുടെ കൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ചെറിയ സമയം കൊണ്ട് കുറേ തമാശയും പറയും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുമ്പം ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റ് ഉള്ള നിലയിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എസ്പെഷ്യലി നരേൻ ചേട്ടൻ ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ തൊടുപുഴയിൽ ഒരു 10 ദിവസത്തെ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ നരേൻ വരുമ്പോൾ ഒരു സീനിയറിൻ്റെ റെസ്പെക്റ്റോട് ബോഡി ഒന്നും കുഴപ്പമില്ല, നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കാമെന്ന് പറഞ്ഞ് ആ സെറ്റ് ഭയങ്കര കൂളാക്കി. ശബരീഷ് ബ്രോ ഓൾസോ ഞങ്ങളുടെ സെറ്റ് ഫുൾ ഓളമാക്കി തന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ ഈസി ആയിരുന്നു. കാര്യം എന്തെങ്കിലും തെറ്റ് വന്നാൽ ഇവരെന്തെങ്കിലും പറയുമെന്നോ ഇവർക്ക് എന്തെങ്കിലും തോന്നുന്നുള്ള അങ്ങനത്തെ ജഡ്ജ്മെൻറ്റിലൊന്നും ഇല്ലായിരുന്നു. നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇവർ പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ മേഖലയിലും ടെക്നീഷ്യൻ സൈഡാണെങ്കിലും ആർട്ടിസ്റ്റ് സൈഡാണെങ്കിലും നമ്മൾ അത്രയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സിനിമയാണ് സാഹസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റേഴ്സിലേക്ക് റിലീസിന് വരുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പറഞ്ഞ് പോയി കണ്ട് ഇതൊരു വലിയ സിനിമ ആക്കണം എന്നുള്ള റിക്വസ്റ്റ് പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പം ഓഗസ്റ്റ് 8-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഇത് കഴിഞ്ഞിട്ട് വേണം, അത് ഹിറ്റായിട്ട് വേണം അടുത്ത പടം പിടിക്കാൻ. അതുപോലെ നിങ്ങളാണ് വളർത്തി വലുതാക്കേണ്ടത്. താങ്ക് യു. ഓക്കെ, ഇനി ആ റിയൽമി മറന്നുപോയില്ലേ? ഇവിടെ ഇങ്ങനെ റിയൽമിയുടെ ലോഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫോൺ നമുക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ ഈ പറഞ്ഞ പോലെ 25,000 to 39,000 ഇടയ്ക്ക് ഒരുപാട് ലോഡഡ് ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോൺ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചർ അതാണല്ലോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ IP16N, അതായത് 2 feet വെള്ളത്തിൽ വരെ ബുക്ക് ചെയ്തിട്ടാലും ഒരു കുഴപ്പമില്ല. നമ്മൾ പുറത്തൊക്കെ നല്ല മഴയാണ്, കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ വെച്ചിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ കുഴിയിലോട്ട് വീഴാം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം. ഈ ഫോണാകുമ്പോൾ നമുക്ക് പ്രശ്നം പറ്റില്ല, ഫോണിന് പ്രശ്നം പറ്റത്തില്ല. പിന്നെ ഒരു സ്ക്രീൻ പൊട്ടിയാലും അവർ ഫ്രീ ആയിട്ട് മാറിത്തരും. അപ്പം റോഡിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം, മഴയാണ്. ഇങ്ങനൊരു ഫോൺ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു ലുലു ആൻഡ് താങ്ക് യു റിയൽമി ഫോർ ഹാവിങ് എസ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് 8-ാം തീയതി പോയി കാണണം കേട്ടോ. മൈക്ക് മരിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്, ദിവയുടെ കയ്യിൽ മൈക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ. എന്തായാലും 5 പ്രാവശ്യം ഓഗസ്റ്റ് 8-ാം തീയതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. ഓഗസ്റ്റ് 8-ാം തീയതി സാഹസം റിലീസാണ്. ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനമായ ലുലു മാളിൽ നിന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ പ്രാവശ്യം വന്ന് ചായയും കാപ്പിയും കുടിക്കുന്ന സിനിമ കാണുകയും പല ഭക്ഷണങ്ങളും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു പുതിയൊരു സ്ഥലത്ത് വന്ന ഒരു മൂഡില്ല എന്തായാലും. പിന്നെ സാഹസത്തിൽ സാം എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു IT പ്രൊഫഷണൽ. ഞാൻ റെപ്സാൻ്റെ ക്യാരക്ടേഴ്സൊക്കെ IT പ്രൊഫഷണൽസാണ്. ആ ഒരു IT കമ്പനിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നം. പിന്നെ എല്ലാവരുടെയും ഒരുപാട് ക്യാരക്ടേഴ്സ്, നിങ്ങൾ ഈ പോസ്റ്റർ പിന്നെ ഞാൻ പോയി, അപ്പോൾ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും. ബാബു ആൻ്റണി തൊട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, താഴെയും മേളിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് സോൾവ് ആകുക, ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ ഗീർവാണങ്ങളില്ല, തള്ളുകളില്ല. കാരണം ആദ്യം ഞങ്ങളൊരു പാട്ടിറക്കി, ഏത് മോഡ്, പിന്നെ ഒരു ടീസർ ഇറക്കി, പിന്നെ മറ്റൊരു റൊമാൻറ്റിക് സോങ്, ഇവർ രണ്ടുപേരും റൊമാൻറ്റിക് സോങ് ഇറക്കി. ഇന്ന് ട്രെയിലർ ഇറക്കാൻ പോകുന്നു. ഇത്രയും ഇനി പാട്ടുകൾ ഇറങ്ങും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും എന്താണ് സിനിമ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സിനിമ സംവദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് 8-ാം തീയതി വന്ന് സിനിമ കാണുക. പിന്നെന്താണ് റിയൽമി. ആ ഫോണിൻ്റെ ഏറ്റവും പ്രധാനം ഒരുപാട് ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞിരുന്നു ഇവർ പറഞ്ഞാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഈ ഏറ്റവും പുതിയ മനുഷ്യൻ്റെ മഹാവിപ്ലവം എന്ന് പറയാവുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ ടെക്നോളജിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അതിൻ്റെ 3 ഇതുണ്ട്. ഒരു പാർട്ടി മോഡുണ്ട്, പിന്നെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്, പിന്നെ ഒരു എഡിറ്റ് ജീനി എന്ന് പറയുന്നത്. ഇതെല്ലാം നോക്കിയിരുന്നു. പക്ഷേ ഇങ്ങനെ ചുമ്മാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ അത് നല്ല രസമുള്ള പരിപാടികളാണ്. ഞാനത് നിങ്ങൾ നേരിട്ട് തന്നെ അറിയുക. ഹലോ, താങ്ക് യു സോ മച്ച്.